ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഒരു വീക്കെൻഡ് വ്ളോഗാണ്. ഓഫീസും സ്കൂളും ഒന്നുമില്ലാത്ത ഒരു ദിവസമാണ്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് രാത്രി വരെ ഉള്ളൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സ്കിപ്പായിട്ടുണ്ട്. എന്നാലും ഞാൻ മാക്സിമം ചെയ്ത കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഫുള്ള് കാണുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഡു സപ്പോർട്ട് മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റെന്നൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഞാൻ എഴുന്നേറ്റപ്പം വീക്കെൻഡ്സ് ആകുമ്പോഴത്തേക്ക് ഞാൻ നല്ല ലേറ്റ് ആവും. അപ്പം ഇന്ന് എഴുന്നേറ്റപ്പോഴത്തേക്ക് ഒരു 10:30 ഒക്കെ ആയി. അപ്പോൾ നമ്മൾ വിചാരിച്ച എന്നാൽ പുറത്ത് പോയി ഫുഡ് കഴിക്കാമെന്ന്. പുറത്തെന്ന് പറയുമ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റീൻ്റെ ഉള്ളിൽ തന്നെ ഒരു 4 റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പം ഈ വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് രാവിലെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് ഒരു മടിയാണ്. നമ്മൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഇതിനുള്ളിൽ തന്നെ പോയി കഴിക്കാമല്ലോ. അപ്പം ജസ്റ്റ് നടക്കാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. ഇത് പാർക്കാണ് കേട്ടോ. എനിക്ക് രാവിലെ ഈ പാർക്കിൽ വന്നിരിക്കുന്നതും അതുപോലെ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ രാവിലെ എഴുന്നേൽക്കാത്തത് കൊണ്ടും മടിയായതുകൊണ്ടും അങ്ങനെ വരാറില്ല. എപ്പോഴും വൈകുന്നേരമാണ് ഇവിടെ വന്നിരിക്കാറ്. നമ്മൾ കഴിഞ്ഞ ജനുവരിയിലാണ് കേട്ടോ ഇവിടെ വന്നത്. വാസൽ വില്ലേജ് എന്നും പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റിയാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ നേരത്തെ ഇതുവരെ കമ്മ്യൂണിറ്റിയിൽ നിന്നിട്ടില്ല. UAE ഇതുവരെ നിന്നിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഇഷ്ടമുള്ളൊരു പ്ലേസാണ്. ഒരു റൂമും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഇവിടുന്ന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ സൈഡിൽ നിങ്ങൾ കാണുന്ന ഈ വെഡ്ലാൻഡ് എന്നും പറഞ്ഞ്, ഞാൻ കൊല്ലമാണ് കേട്ടോ എൻ്റെ നാട്. അപ്പോൾ അവിടെ ആണെങ്കിൽ വെഡ്ലാൻഡ് എന്നും പറഞ്ഞ് വലിയൊരു ഷോപ്പിംഗ് ഇതുണ്ട്. എന്താ പറയുക, ഡ്രസ്സസുമൊക്കെ ഉള്ളത്. ആ സെയിം വെഡ്ലാൻഡിൻ്റെ തന്നെ ചെറിയൊരു ഷോപ്പാണ് അവർ ഇതിനുള്ളിലിട്ടേക്കുന്നത്. അപ്പം ഇതിൽ തന്നെ A to Z എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ. ഞാൻ ആദ്യം പോയത് ഇവിടെ വെജ്മി എന്നും പറഞ്ഞ് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ എന്ന് പറയുമ്പോൾ നല്ല അഫോർഡബിൾ റേറ്റ്സിലാണ് ഈ ദോശ. അവിടെ മെയിൻ എന്ന് പറയുമ്പം ഈ തമിഴ്നാട് സ്റ്റൈലാണ് ഫുഡ്. അപ്പം രാവിലെ തന്നെ ദോശ, ചമ്മന്തി, പൊറോട്ട സെറ്റ്, ഇതിനെല്ലാം 4 ദിറംസ്, 3 ദിറംസ്, 5 ദിറംസ് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അതിൻ്റെ താഴെ തന്നെ വേറൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഗ്രേറ്റ് ഫുഡ് എന്നും പറഞ്ഞ്. അപ്പോൾ അവിടെ പോയി നല്ല രീതിയിൽ ദോശയും അതുപോലെ തന്നെ എന്താ പറയുക വടയും ഒക്കെ കഴിച്ചു. അങ്ങനെ വയറെല്ലാം ഫുള്ളാക്കി. അപ്പോൾ ആദമിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ദോശയൊക്കെ. ഇതിനുള്ളിൽ തന്നെ നമുക്ക് ഗ്രാൻഡ് എന്നും പറഞ്ഞ് ഒരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. അതിൽ തന്നെ ഞാൻ ഓൾമോസ്റ്റ് സാധനങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിക്കുന്നത് കേട്ടോ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അവിടെ ചായ കുടിക്കാനൊക്കെ അവിടെ പോയിരിക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ അവിടെ നിന്ന് തന്നെ വാങ്ങിക്കും. പക്ഷേ കുറച്ച് സാധനങ്ങളുണ്ട്, അതെനിക്ക് കാരിഫോറിൽ നിന്ന് തന്നെ വാങ്ങിക്കണം എന്നുള്ള ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ലൈക്ക് നല്ല ഈ ബെറീസും സ്ട്രോബെറി, അങ്ങനെ ബ്ലാക്ക് ബെറി, ഈ സ്മൂത്തീസൊക്കെ അടിക്കാനുള്ള സാധനങ്ങളും, അതുപോലെ എന്തെങ്കിലും ഗ്രീൻ ലീഫി വെജിറ്റബിൾസും, അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട് എനിക്ക് കാരിഫോറിൽ നിന്ന് ഇഷ്ടമുള്ള സാധനങ്ങൾ. അത് നമ്മുടെ തൊട്ടടുത്ത് മദീന മോളുണ്ട്. ജസ്റ്റ് ഒരു 5 to 7 മിനിറ്റ്സിൻ്റെ ഡ്രൈവേ ഉള്ളൂ. അപ്പോൾ അവിടെ മദീന മോളുള്ളപ്പം അതിനുള്ളിൽ തന്നെ കാരിഫോർ ഉണ്ട്. അവിടെ നിന്നാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് കുറച്ച് എനിക്കിഷ്ടമുള്ള കുറച്ച് സാധനങ്ങൾ. ഇപ്പം നട്ട്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പം നമ്മൾ മോളിൽ കൂടി ഇങ്ങനെ നടന്നുമ്പോഴത്തേക്ക് ഞാൻ AXX എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ കയറി. അവിടെ കുറച്ച് ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ഓഫർ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് ഓൾമോസ്റ്റ് 5 days ആയി. ഇപ്പോഴാണ് ഞാൻ എഡിറ്റ് ചെയ്തിടുന്നത്. അപ്പോൾ ഈ കാണിക്കുന്ന ഈ നൈറ്റ് വെയറിനും ഈ ഒരു വൈറ്റ് കളർ ഡ്രസ്സിനും ഒക്കെ വെറും 14 ദിറംസേ ഉള്ളൂ. നല്ല ക്വാളിറ്റി ആയിരുന്നു, നല്ല ക്ലോത്താണ് കേട്ടോ, നല്ല സുഖമാണ് അത് ഇടാൻ. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ ഡ്രസ്സസും സാൻഡൽസ്, അതുപോലെ കുറേ ഡിഫറെൻറ്റ് വെറൈറ്റി പാൻസും, പലാസ പാൻസും, അതുപോലെ നൈറ്റ് വെയർസൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് മദീന മോളിൽ കുറച്ച് കൂടുതലും അഫോർഡബിൾ ഷോപ്സാണ് കേട്ടോ. പിന്നെ കുറേ ഇന്ത്യൻ വെയർസിൻ്റെ നല്ല ചുരിദാറും സൽവാറും അതുപോലെ കുറേ ഇന്ത്യൻ വെയർസൊക്കെ തപ്പി നടക്കുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഈ മദീന മോള് വിസിറ്റ് ചെയ്യാത്തവർ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. കാരണം കുറേ ഷോപ്സ് ഉണ്ട്, കുറേ വെറൈറ്റി ഷോപ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ കുറച്ചിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് കണ്ടതാണ് ഈ അബായയുടേത്. ഒരു അബായിക്ക് 30 ദിറംസ് ആയിരുന്നു കേട്ടോ.
അപ്പം ഞാൻ വാങ്ങിക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്ന്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അവർ നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്ന ആ സൈഡിൽ ചെറിയൊരു കൗണ്ടർ പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെയാണ് അവർ സെല്ല് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എന്തോ നിസ്കരിക്കാനോ അതുപോലെ തന്നെ ടോയ്ലറ്റിലോ എവിടെയോ പോയതായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു, പക്ഷേ പുള്ളി അവിടെ വന്നില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് ലേറ്റ് ആയിരുന്നു, വേറെ നമുക്ക് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു, നമ്മളവിടെ നിന്നില്ല. ഞാനത് വാങ്ങിയില്ല, ഇനി പോയി വാങ്ങണം. അപ്പോൾ ഒരു അബായ്ക്ക് വെറും 30 ദിറംസേ വരുന്നുള്ളൂ കേട്ടോ. അപ്പം ഡിഫറെൻറ്റ് കളേഴ്സിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മദീന മോളിൽ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഈ കാരിഫോറിൻ്റെ ആ സൈഡിൽ തന്നെയാണ് ഈ ഒരു എന്താ പറയുക സ്റ്റോൾ വരുന്നത്. അങ്ങനെ നമ്മൾ കാരിഫോറിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഏകദേശം ഒരു 1 o'clock ഒക്കെ ആയപ്പോഴത്തേക്ക് വീട്ടിലെത്തി കേട്ടോ. അപ്പം വീട്ടിലെത്തി. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിലോട്ട് വെച്ചു. അപ്പോൾ ഞാൻ അവിടുന്ന് വാങ്ങിയ സാധനങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് സാധനം വാങ്ങിച്ചോളൂ കേട്ടോ. ബാക്കിയെല്ലാം ഞാനാണെങ്കിൽ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞോട്ട് ഗ്രാൻഡിൽ നിന്നാണ് വാങ്ങിക്കുന്നത്, ഇല്ലെങ്കിൽ മാർക്കറ്റിൽ പോയി വാങ്ങിക്കും. പിന്നെ ഈ ഇങ്ങനെയുള്ള സ്പിനാച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രീക്ക് യോഗട്ട് എനിക്കിഷ്ടമാണ്, പക്ഷേ ഫുൾ ഫാറ്റ് എനിക്കിഷ്ടമല്ല. അത് തടി കൂടും എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഇതൊന്നും അല്ല കേട്ടോ. അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ക്രീമിയാണ്. അപ്പം ഈ ലോ ഫാറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ സാധാ ഈ യോഗട്ട് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റേ ഉള്ളൂ. മറ്റേ നമുക്ക് കുറച്ച് ഡിഫിക്കൾട്ടാണ് കഴിക്കാൻ, കുറച്ച് പാടാണ് എനിക്ക് കഴിക്കാൻ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, എല്ലാം ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങളെല്ലാം ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ അടുത്ത് നമ്മുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂട്ടി ഇവിടെ വാസിൽ തന്നെ ഇടയ്ക്ക് നമ്മളാണെങ്കിൽ ഇതുപോലെ പാർക്കുണ്ട്. ഇവിടെ ഉള്ളിൽ തന്നെ ഒരു 3 പാർക്കുണ്ട്. അപ്പോൾ നമ്മൾ ഈ വീക്കെൻഡ്സിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പാർക്കിൽ ലഞ്ച് എല്ലാം കൂടെ കൂടി കഴിക്കും. അപ്പോൾ അതിന് പോകണമെന്ന് പ്ലാൻ ചെയ്തു. അതിനു മുമ്പ് ഞാനാണെങ്കിൽ ഈ ഇടയ്ക്ക് ഞാനല്ല, എൻ്റെ ബ്രദർ വാങ്ങി തന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. മണി പ്ലാന്റ് ആണ്, ഇത് ഇമ്പോർട്ടഡ് ആണ്. അപ്പോൾ ഇത് ഹോളൻ്റെ മണി പ്ലാന്റ് ആണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് അവൻ എനിക്ക് വാങ്ങി തന്നെയാണ് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പം അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അപ്പം ഇവിടെ ഇക്കായും പിന്നെ എങ്കിൽ ടോണിയും ഓർഡർ ചെയ്തതെന്ന് പറയുമ്പോഴത്തേക്ക് അവർ നാടൻ ഫുഡാട്ടോ ഓർഡർ ചെയ്തത്. എന്താ പറയുക, ചട്ടിച്ചോറ്. പക്ഷേ അത്ര പോരായിരുന്നു. ഞാൻ നേരത്തെ ഇവരുടെ പൊതിച്ചോറ് വാങ്ങിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇവർ ഇതിനകത്തുനിന്ന് ബീഫ് കിട്ടുമെന്ന് പറഞ്ഞ് ചട്ടിച്ചോറ് വാങ്ങിച്ചത്, പക്ഷേ ചട്ടിച്ചോറ് അത്ര പോരായിരുന്നു. പിന്നെ നമുക്ക് ഇതുപോലെ നാടൻ ഫുഡും അതുപോലെ തന്നെ ചോറൊന്നും കഴിക്കാൻ വയ്യാത്തതുകൊണ്ട് അങ്ങനെ നമ്മൾ ചാർക്കോൾ ഷാക്കിയിൽ നിന്ന് ഇവിടുത്തെ പാസ്തയും ബർഗറും ഓർഡർ ചെയ്തു. പാസ്ത അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഭയങ്കര കുറവായിട്ട് തോന്നി. 2-3 പ്രാവശ്യം ഇങ്ങനെ വന്നു. അപ്പം പക്ഷേ അടിപൊളി ഫുഡ്, ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. അതൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ച് അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ. ഫുഡ് വെച്ചപ്പോഴത്തേക്ക് പിന്നെ ടയേർഡായി. പിന്നെ അത് പാസ്ത ഭയങ്കര എന്താ പറയുക ചീസും അതും ഇതൊക്കെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കവും വന്ന്. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ കുറച്ച് നേരമൊക്കെ ഉറങ്ങി കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇനി ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങളാണ്. അപ്പോൾ ബിരിയാണി വെക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ കരുതി, എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരിങ്ങനെ ചോദിക്കാറുണ്ട് കിച്ചണിലെ ഐറ്റംസൊക്കെ എവിടെ നിന്നാണ് വാങ്ങിയെന്നും ലിങ്കും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓരോ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ ഇങ്ങനെ ഓരോന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയെന്ന് പറയുമ്പോഴത്തേക്ക് തെമൂന്നാണ് കേട്ടോ. ഇതൊരു സ്പീക്കറാണ്, ഒരു റേഡിയോ സെറ്റപ്പിലൊക്കെയുള്ള. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. ഡിഫറെൻറ്റ് കളേഴ്സിൽ അവർക്ക് അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഷോ പീസായിട്ട് ലിവിങ് റൂമിലും ഒക്കെ വെക്കാനും നല്ല വോള്യൂമാണ് കേട്ടോ. ഞാനാണെങ്കിൽ ഇതുപോലെ ഈ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ചില സമയത്ത് ഞാൻ സോങ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ വോള്യൂമൊക്കെ വെച്ച് ഒരു രസമാണ് അങ്ങനെ കിച്ചണിൽ നിന്ന് വർക്ക് ചെയ്യാൻ. പിന്നെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് സോങ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സോങ് വെച്ച് കേൾപ്പിക്കാഞ്ഞത്.
അപ്പം ഇതിന് 49 ദിറംസോ 50 ദിറംസോ ആണ്ടാണ് വരുന്നത്. തെമ്മൂലുണ്ട്. അപ്പോൾ സ്പീക്കറിന് അടിച്ചു കൊടുത്താൽ മതി. ഡിഫറെൻറ്റ് കളേഴ്സിലും അതുപോലെ തന്നെ വിൻറ്റേജ് ടൈപ്പും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലിവിങ് റൂമിലായാലും കിച്ചണിലായാലും ഒക്കെ വെക്കാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഒന്ന് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുക. തെമ്മൂല് ഇങ്ങനെ ഇതുപോലെ സ്പീക്കറിന് അടിച്ചു കൊടുത്താൽ മതി. അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച് ഇതുപോലെ ഫുൾ ബിരിയാണിയുടെ വീഡിയോ എടുത്ത് നിങ്ങളാരെയും വെറുപ്പിക്കണ്ടെന്നൊക്കെ വിചാരിച്ച്. പിന്നെ ഞാൻ കരുതി ആർക്കെങ്കിലും ഒന്ന് ഉപകാരപ്പെട്ടാലോ. അപ്പം കാരണം ഞാൻ വലിയ കുക്കൊന്നുമില്ല, പക്ഷെ ബിരിയാണിയൊക്കെ എൻ്റെ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാറാകുമ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ ആ സമയത്താണ് കൂടുതൽ ശ്രദ്ധിക്കാറ് ഞാൻ ഏത് വേർഡാണ് കൂടുതൽ പറയുന്നതെന്ന്. ഞാൻ ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോയിൽ അപ്പം എന്ന് കൂടുതൽ പറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം വീണ്ടും അങ്ങനെ ഈ ഒരു പാത്രം ഞാൻ നേരത്തെ കാണിച്ചിരുന്നു കേട്ടോ, ഈ ഒരു കുക്കിംഗ് പോട്ട്. അപ്പോൾ ഇത് ഒരു നല്ല ഞാൻ കുറച്ച് നാളായി ഇപ്പോൾ ഉപയോഗിക്കുന്നു. നല്ല സാധനമാണ്. അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചത് കാരിഫോറിൽ നിന്നാണ്. ഇത് ആമസോണിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ കുക്കിംഗ് പോട്ടോ എന്തെങ്കിലും തപ്പി നടക്കുവാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇത് വാങ്ങിച്ചാൽ ഇഷ്ടപ്പെടും. ഇത് നിയോ ഫ്ലെയിമിൻ്റെ കുക്കിംഗ് പോട്ടാണ് കേട്ടോ. ആദ്യം ഞാൻ ഈ ബിരിയാണിക്ക് വേണ്ടിയുള്ള ഓണിയനും അതുപോലെ തന്നെ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയേക്കാണ്. അപ്പോൾ ഈ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ഓയിലും കുറച്ച് ഇതും എന്താ പറയുക ഗീയും ഒഴിക്കുന്നത് നല്ലതായിരിക്കും. ഗീ എത്രത്തോളം ഒഴിക്കാൻ പറ്റുമോ അത്രത്തോളം ബിരിയാണിയുടെ ടേസ്റ്റ് കൂടും. ഞാൻ പിന്നെ കൂടുതൽ ഗീ ഒന്നും ഒഴിച്ചില്ല. കുറച്ചൊരു 2-3 ടേബിൾ സ്പൂൺ ഗീയും ബാക്കി ഓയിലും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. പിന്നെ അതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം അതിനകത്ത് തന്നെ ഒരു 4 സവാള അരിഞ്ഞിട്ട് പിന്നെ അത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഈ വുഡൻ സ്പാച്ചുലാസ് ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 2 ഇയേഴ്സായി യൂസ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ കുറേ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സെറ്റായിരുന്നു ഞാൻ വാങ്ങിച്ചത് ആമസോണിൽ നിന്ന്. അപ്പോൾ ഏകദേശം ഒരു എന്താ പറയുക ഒരു 7-8 എണ്ണം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഞാൻ എൻ്റെ ഉമ്മച്ചായിക്കും കൊടുത്ത് 2-3 ഞാനും എടുത്തു. പക്ഷേ നല്ല സാധനം കേട്ടോ, നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സാധനമാണ്. കുറച്ച് പ്രൈസാണ്, എനിക്ക് ഓർമ്മയില്ല, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. 200 ദിറംസോ 150 ദിറംസോ ആണ്ടാണ്. നൈസ് ട്വൈസ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തോട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും പിന്നെ കുറച്ച് വലിയ ജീരകവും കൂടി ഇട്ട് നല്ല രീതിയിൽ അരച്ചിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് മുളക് പൊടിയൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ ഗരം മസാലയും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഞാനൊരു 15 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പം എരിവിന് അത് തന്നെ ധാരാളം. വേറെ മുളക് പൊടിയോ കുരുമുളക് പൊടിയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് നല്ല രീതിയിൽ മാറ്റിയെടുക്കുക. അതിനകത്തോട്ട് നമുക്കൊരു 2 വലിയ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം ഭയങ്കര ഫുള്ളായിട്ട് കുക്കാവണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്തോട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ചിക്കൻ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കി എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു ചിക്കൻ കുക്കാവുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ കുക്കാവുന്നിടം വരെ നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇരിക്കാം. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ ലിവിങ് റൂമിലിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതും എനിക്ക് ലൈറ്റൊന്നും ഇടാതെ ലൈറ്റെല്ലാം ഓഫ് ചെയ്ത് കുറച്ച് മറ്റേ ആ സൈഡിലുള്ള ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഒരു ഫിലിമൊക്കെ കണ്ട് ഞാൻ പ്രേമലും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫിലിമാണ് കേട്ടോ. ഞാൻ അത് കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ കോമഡിയൊക്കെ കേൾക്കാൻ വേണ്ടി വീണ്ടും കാണാറുണ്ട്. അപ്പം ചിക്കൻ ഒന്ന് റെഡി ആവുന്നിടം വരെ ഞാൻ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് ഫിലിമൊക്കെ കണ്ട് അത് കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വിശന്നു. അപ്പം ഞാൻ വിചാരിച്ച് എന്നാൽ കുറച്ച് ഫ്രോസൺ ചിക്കൻ സമോസ ഞാൻ നേരത്തെ വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കുറച്ച് ഒന്ന് പൊരിച്ചെടുത്ത്
എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവരുടെ ഈ ചിക്കൻ സമൂസ, അതുപോലെ അൽ കബീറിൻ്റെ ഇങ്ങനെ ചെറിയ ചിക്കൻ്റെ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കൻ സമൂസ ഭയങ്കര ഇഷ്ടമാണ്. ചില സമയത്ത് നൊയമ്പ് സമയത്ത് ഞാനിത് വാങ്ങിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ചിക്കനെല്ലാം സെറ്റായി വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് ലെമൺ ആഡ് ചെയ്ത് കൊടുത്തു. ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഈ ഓണിയൻ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ബിരിയാണിക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഡെഫിനറ്റായിട്ട് ഈ എന്താ പറയുക, ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ നോക്കുക. കാരണം ഇത് ഭയങ്കര ഒരു ടേസ്റ്റ് തരും ബിരിയാണിക്ക്. അങ്ങനെ അതെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ ഈ എന്താ പറയുക, മല്ലിയിലയും പുതിനയിലയും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. പുതിനയില എൻ്റെ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. മല്ലിയില പിന്നെ ഞാൻ വാങ്ങിച്ചതാണ്. പുതിനയില ഞാൻ കാരിഫോറിൽ നിന്ന് അതിൻ്റെ ഒരു പ്ലാന്റ് വാങ്ങിച്ചായിരുന്നു. അത് ഞാനിവിടെ എന്താ പറയുക, നമ്മുടെ കിച്ചണിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം സെറ്റായിട്ട് അതൊന്ന് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്തു. അതിൻ്റെ ആ മസാല അതെല്ലാം കൂടി ഒന്ന് പിടിക്കാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ റൈസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് റൈസ് ഞാൻ ഊറ്റിയെടുക്കുമല്ല, ഞാനാണെങ്കിൽ ഈ ഗീ റൈസ് ഉണ്ടാക്കത്തില്ല, അതുപോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗീ ഇടുക, അതിനകത്തോട്ട് ഹോൾ സ്പൈസസ് ഇടുക. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ നൈസ് ട്വൈസിൻ്റെ ആ സെറ്റിൽ വരുന്നതാണ് കേട്ടോ ഇതും. അതിൻ്റെ നേരത്തെ കാണിച്ചതിനേക്കാൾ കുറച്ച് ചെറുതാണ്. പിന്നെ ഞാൻ നേരത്തെ ആ ചിക്കന് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റിനകത്ത് നിന്ന് കുറച്ചൊരു 2 ടീസ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിനകത്ത് ആഡ് ചെയ്തു. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഊറ്റി വെച്ചിരുന്ന റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ജീരകശാല റൈസാണ്. അപ്പം ബിരിയാണിക്ക് എപ്പോഴും നല്ലത് ജീരകശാല റൈസാണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റ് വരും. അപ്പം ഇത് ആഡ് ചെയ്ത് കൊടുത്ത് ഒരു 3-4 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അപ്പം ഒരു നല്ലൊരു ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ റൈസ് ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെയൊക്കെ ജസ്റ്റ് വെള്ളത്തിനകത്ത് തിളപ്പിച്ചിട്ട് ഊറ്റിയെടുക്കുമായിരുന്നു. അപ്പോൾ അതിനേക്കാൾ ടേസ്റ്റ് എനിക്ക് ഇത് തോന്നി. അപ്പോൾ ഇപ്പം ഞാൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് എപ്പോഴും ഇങ്ങനെ ഗീ റൈസ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് ഞാൻ ദം ചെയ്ത് ബിരിയാണി ആക്കി എടുക്കുന്നത്. ഇനി നമുക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വാട്ടർ, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കണക്ക്, എൻ്റെ ഒരു കണക്ക് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഓരോ റൈസിനനുസരിച്ചും ഓരോ ബ്രാൻഡിനനുസരിച്ചും ഒക്കെ മാറ്റം വരാം. പിന്നെ നിങ്ങൾ കുക്ക് ചെയ്യുന്ന യൂട്ടൻസിനനുസരിച്ചും അതിന് ഓരോ മാറ്റം വരാം. അപ്പം അത് നമ്മൾ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ റൈസൊക്കെ കിടിലായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്തോട്ട് ഫുള്ള് ഞാനാണെങ്കിൽ ഈ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഈ റൈസൊക്കെ നല്ല രീതിയിൽ വിട്ടൊക്കെ വരും. നല്ല ഒരു ടെക്സ്ചറുമാണ് കേട്ടോ റൈസിന് കിട്ടുക. അപ്പം ഈ റൈസെല്ലാം ആഡ് ചെയ്തു. അതിൻ്റെ മുകളിലോട്ട് ഞാൻ കുറച്ച് ഗീ ആഡ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് എന്താ പറയുക, ഗരം മസാലയുടെ പൊടി ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫ്രൈഡ് ഓണിയൻസും പിന്നെ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബിരിയാണി അവിടെ സെറ്റായി കഴിഞ്ഞു. അപ്പം ഇപ്രാവശ്യം ഞാൻ അടിപൊളി ബിരിയാണി കേട്ടോ, സത്യം പറയാലോ അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പം ഡെഫിനറ്റായിട്ട് ബിരിയാണി അങ്ങനെ അറിഞ്ഞുകൂടാത്തവരൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. കാരണം ഇതിന് വലിയ ഡെക്കറേഷനൊന്നും വേണ്ടാത്ത, വലിയ മസാലയും അങ്ങനെയൊന്നും വേണ്ടാത്തൊരു കുട്ടി ബിരിയാണിയാണ്. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അങ്ങനെ അതെല്ലാം ദം ചെയ്ത് ഞാൻ മാറ്റി വെച്ച്, പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്ത്, ക്ലീനിങ് എന്ന് വെച്ചാൽ ഞാൻ പാത്രങ്ങളൊന്നും ആ സമയത്ത് കഴുകില്ലായിരുന്നു. ജസ്റ്റ് കഴുകേണ്ട പാത്രങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് വെച്ച് പിന്നെ പോയി ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടാണ് കേട്ടോ പാത്രം കഴുകിയത്. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കൊന്നും ഉണ്ടായിരുന്നു. പിന്നെ ഇത്രയും നേരം അവിടെ നിന്നപ്പോഴത്തേക്ക് കുറച്ച് നേരം എടുക്കുമല്ലോ ബിരിയാണി ചെയ്യാനും. അപ്പോൾ അങ്ങനെ ബോറടിച്ചു. പിന്നെ കുറച്ച് യോഗട്ടും കുക്കുംബറും ഒക്കെ ഇട്ട് ഒരു സലാഡും ഉണ്ടാക്കി നമ്മുടെ ബിരിയാണിക്ക് വേണ്ടി. അങ്ങനെ സലാഡും കഴിഞ്ഞു. പിന്നെ ഇച്ചിരി പപ്പടവും കൂടെ കാച്ചി. പിന്നെ എനിക്ക് ഈ ബിരിയാണിയുടെ കൂടെ ഇഷ്ടമുള്ളതാണ് കേട്ടോ ഈ ചമ്മന്തി. പക്ഷേ ചമ്മന്തി ഉണ്ടാക്കാൻ തേങ്ങയില്ലായിരുന്നു. പിന്നെ ഞാനത് സ്കിപ്പ് ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ കുക്ക് ചെയ്യാനിരിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സുപ്ര വിരിക്കും. അതാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട്
മടക്കിയെടുക്കാം. അതാകുമ്പോഴത്തേക്ക് അവിടെ ഒന്നും ആവത്തുമില്ല. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. കുക്കിംഗ് വീഡിയോ എന്തെങ്കിലും കാണിക്കുമ്പോഴത്തേക്ക് എനിക്കറിയാം ബോറടിക്കുമായിരിക്കും എന്ന്, എന്നാലും ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അറിയാൻ വേണ്ടി ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ഞാനിങ്ങനെ ചെറുതായി ഇച്ചിരി ഒരു 10 മിനിറ്റ്സ് ചെറിയ തീയിൽ വെച്ചോളൂ. പിന്നെ ഞാനാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിരുന്നതാണ്. പിന്നെ ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നു നോക്കിയത്. അപ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ബിരിയാണി ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട് ഫുള്ളിട്ട് ഫുള്ളിട്ട് ഇളക്കി ആ മസാല എല്ലാ റൈസിനകത്ത് പിടിക്കാൻ വേണ്ടി എല്ലാം കൂടി എടുത്തിട്ട് ഇളക്കും. ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ആക്കിയിട്ട് എടുക്കും. അപ്പോൾ എല്ലാ റൈസിനകത്തൊന്നും മസാല പിടിക്കത്തില്ല, പക്ഷെ എന്നാലും ആ ഫ്ലേവറൊക്കെ കാണും കേട്ടോ. അങ്ങനെ നമ്മൾ പാത്രത്തിനകത്തോട്ട് മാറ്റാണ് കേട്ടോ. നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ ജസ്റ്റ് പ്ലേറ്റിനകത്താക്കിയിട്ട് ഞാൻ അവിടെ ഡൈനിങ് ടേബിൾ കൊണ്ടുവെക്കാറാണ് പതിവ്. കാരണം മറ്റേതാകുമ്പോഴത്തേക്ക് ഇതെല്ലാം കൊണ്ടുവന്ന് അവിടെ വെച്ച് അങ്ങനെ ആകുമ്പോഴത്തേക്ക് പിന്നെ എനിക്ക് ഭയങ്കര മെനക്കേടായിരിക്കും. അതുകൊണ്ട് ആവശ്യമുള്ള സാധനം ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് അവിടെ കൊണ്ടുവെക്കാറാണ് എപ്പോഴും. അങ്ങനെ ഫുള്ളായിട്ടൊന്നും കൊണ്ടുവെക്കാറില്ല, വേറെ പാത്രത്തിനകത്ത് ആക്കാറുമില്ല. കാരണം ഞാൻ തന്നെ ഇതെല്ലാം കഴുകണം. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ഇത് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആരെങ്കിലും വരുമ്പോഴാണ് നല്ല പാത്രമൊക്കെ എടുത്ത് അതിനകത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ടേബിളിൽ കൊണ്ടുവെക്കാറ്. അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റാക്കി നമ്മൾ ഫുഡ് കഴിക്കാൻ സമയമായി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുളിയും അതുപോലെ സ്കിൻ കെയറും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം പിന്നെ എനിക്കങ്ങ് ഭയങ്കര മടിയായി കേട്ടോ. അപ്പം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സപ്പോർട്ട് മൈ ചാനൽ. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലും വീഡിയോസിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ ഒക്കെ നിങ്ങൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലോ എന്തുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സീ യു വിത്ത് അനദർ വീഡിയോ. ബൈ.